പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ നാം അനുഭവിച്ചതായ വേദനകൾ, നേരിട്ടതായ അനുഭവങ്ങൾ, ജീവിതത്തിലുണ്ടായതായ സാമ്പത്തികമായ തകർച്ചകൾ, അതിന് കാരണമായ ചില ഫോൺ കോളുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നിരാശയും വേദനയൊക്കെയും ഈ അനുഭവങ്ങൾ കൊണ്ടുവരുവാൻ ഇടയായിട്ടുണ്ട്. അത് പലപ്പോഴും ചിലരുടെ വാക്കുകൾ നാം ചെയ്യുവാൻ ആഗ്രഹിച്ചതായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതിന് ഇടയായി. അതിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടായതായ വലിയ നഷ്ടങ്ങളുണ്ട്. ഒരുപക്ഷെ വ്യാപാരത്തിലായിരിക്കാം, ഒരുപക്ഷെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുണ്ടായ സാമ്പത്തിക തകർച്ചകളായിരിക്കാം. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവങ്ങളിൽ ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് എത്രയോ രാത്രികളിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ട് എൻ്റെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചു വേവലാതിപ്പെടുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കാം നിങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിക്കുവാൻ ഇടയാകും. ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നതായ വിഷയം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നവനായ ഒരു വലിയവനായ ദൈവമുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരും എന്ന്, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ ചില ലക്ഷണങ്ങളുണ്ട്, ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ, ഈ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ യോബിന് നഷ്ടപ്പെട്ടത് എല്ലാം ദൈവം മടക്കി കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതിനെയെല്ലാം ദൈവം മടക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന മാന്യമിത്രമേ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മടക്കി തരുവാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ അങ്ങനെ മടക്കി തരുവാൻ പോകുന്നതിന് മുമ്പ് ദൈവം നിങ്ങൾക്ക് നൽകുന്നതായ അടയാളങ്ങൾ എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എന്തെന്നില്ലാത്തതായ ഒരു ദൈവിക സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നതായ വേദനകളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, നഷ്ടങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒരു ദൈവിക സാന്നിധ്യം അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ദൈവം മടക്കി തരുവാൻ പോകുന്നു. ഇത്തരത്തിലുള്ളതായ ദൈവിക സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല, നാം അനുഭവിക്കുന്നതായ വേദനയുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് ഇത്തരത്തിലുള്ളതായ ദൈവിക സമാധാനം ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ
അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. എന്നാൽ അവരുടെ വേദനയുടെ മധ്യത്തിൽ, അവരായിരിക്കുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവരെ ആരാധനയിലേക്ക് നയിച്ച ഒരു ദൈവിക സമാധാനമുണ്ട്. ആ സമാധാനമാണ് നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത്. അങ്ങനെ ഒരു ദൈവിക സമാധാനം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ എൻ്റെ ദൈവം മടക്കി തരുവാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവരുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു, അവർ അടിയേറ്റവരായിരുന്നു, ഒരർത്ഥത്തിലെല്ലാം നഷ്ടപ്പെട്ടവരായിട്ടാണ് അവർ ആ ജയിലിനകത്ത് ആയിരിക്കുന്നത്. അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അവരുടെ അന്തസ്സ് നഷ്ടപ്പെട്ടു. ഒരാശ്വാസവും ഇല്ലാത്ത പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. ഒന്നോർക്കുക, പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നിങ്ങളുടെ ആരംഭമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ചതായ വേദനകളെ പരിഹരിച്ച് അതിനറുതി വരുത്തിയിട്ട് എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു അടയാളം എന്ന് പറയുന്നത്, ചെറിയ കാര്യത്തിലും നിങ്ങൾക്ക് അതിയായ സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ്. ഒന്ന്, ദൈവിക സമാധാനം നിങ്ങളെ ഭരിക്കുവാനായിട്ടിടയായിത്തീരും. രണ്ടാമത്തെ പ്രത്യേകത, ഒരു ചെറിയ കാര്യത്തിലും ദൈവിക സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. യോവൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം ചൊരിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവികമായ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും അത് ദൈവത്തിൽ നിന്നായിരിക്കണമെന്ന് നാം തിരിച്ചറിയുക. അങ്ങനെ ആ ദൈവിക സമാധാനം ഒരു ചെറിയ കാര്യത്തിലും, ദൈവിക സന്തോഷം ഒരു ചെറിയ വിഷയത്തിലും നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. മൂന്നാമത്തെ ഒരു ലക്ഷണമെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായ ചില ആത്മീക ബന്ധങ്ങളാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് അടുത്തൊരു തെളിവ്, പെട്ടെന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ചില ആത്മീകമായ ബന്ധങ്ങളാണ്. ശരിയായ വ്യക്തികളും ബന്ധങ്ങളും നിങ്ങളുടെ തിരിച്ചറിവിന് ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് യാദർച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, ദൈവിക പദ്ധതി പ്രകാരം സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് രൂത്തിന്റെ ജീവിതം നാം എടുത്തു ചിന്തിക്കുമ്പോൾ, അവളുടെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട്, എന്നാൽ പിന്നീട് ദൈവം അവളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് മടക്കി നൽകുന്നതായ ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഭാവി നഷ്ടപ്പെട്ടവളായിരുന്നു. ആ ഭാവി ദൈവം അവൾക്ക് മടക്കി കൊടുക്കുന്നു. അവളുടെ ജീവിതത്തിൽ
തനിക്ക് താങ്ങായി തണലായി നിൽക്കേണ്ടവരെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി അവളിൽ വെളിപ്പെടുന്നു. രൂത്തിനെ നാം കാണുന്നത്, രൂത്തിൻ്റെ മടങ്ങി വരവിന് ദൈവം ചില വ്യക്തി ബന്ധങ്ങളെ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അവളുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ചില വ്യക്തികളെ നിയമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രൂത്തിനെ പോലെ അങ്ങനെയുള്ള ചില വ്യക്തികളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരും. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുകയും വിശ്വാസത്തിൽ നിങ്ങളെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നവരുമാണ്. അടുത്ത ഒരു ലക്ഷണമെന്ന് പറയുന്നത്, ഭാവിയെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുവാൻ തുടങ്ങുമെന്നുള്ളതാണ്. ജീവിതത്തിൽ വലിയ തകർച്ചകൾ നേരിട്ട്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ട്, യാതൊരു പ്രത്യാശയുമില്ലാതെ ജീവിതത്തിൽ ഇനിയും ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന വ്യക്തി ജീവിതത്തോട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിച്ച് ദൈവം നിങ്ങൾക്ക് മടക്കി തരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? നിങ്ങൾ പുതിയ സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങും എന്നുള്ളതാണ്. നഷ്ടങ്ങളുടെ മധ്യത്തിൽ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായ വ്യക്തിയോടാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത്. ദൈവം ചില പുതിയ സ്വപ്നങ്ങൾ കാണുവാനുള്ള കഴിവ് നിങ്ങൾക്ക് തരും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നൽകുന്നതിലൂടെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചില കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദാനിയേൽ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ദാനിയേലിനെ സിംഹത്തിൻ്റെ കൂട്ടിലിടുവാനായിട്ടിടയായി തീർന്നു. നിങ്ങൾ ഓർക്കണമേ, ദാനിയേൽ സ്വന്തം ദേശം നഷ്ടപ്പെട്ടവനായിരുന്നു, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവനായിരുന്നു. ഇതാ ഇപ്പോൾ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ടവനായി ജീവിതം വരെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള അവസ്ഥയിലായിരുന്ന ദാനിയേലിന് വീണ്ടും പുതിയ സ്വപ്നങ്ങൾ ദൈവം നൽകുകയാണ്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ എല്ലാം മാറ്റി ദൈവം വീണ്ടും നിങ്ങൾക്ക് സ്വപ്നം നൽകുമ്പോൾ മുമ്പ് കണ്ടതിനെക്കാട്ടിലും വിലയേറിയ സ്വപ്നങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. വീണ്ടും ചില പദ്ധതികളും വീണ്ടും ചില ലക്ഷ്യങ്ങളും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഇങ്ങനെ പുതിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റുമ്പോൾ, പുതിയ പദ്ധതികൾ നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ പറ്റുമ്പോൾ, നിങ്ങൾ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ പുതിയ മാർഗരേഖ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു പ്രത്യേകത, ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുവാൻ തുടങ്ങുമ്പോൾ ചെറിയ വഴികളിലൂടെ ദൈവം നിങ്ങൾക്ക് തുറക്കുന്ന അമാനുഷികമായ ചില ദൈവിക പ്രവർത്തനങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വഴിയായിരിക്കാം, പക്ഷെ അതിലൂടെ ദൈവത്തിൻ്റെ കരം ചലിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവം അതിലൂടെ ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഒരർത്ഥത്തിൽ നമ്മുടെ മുൻകാല ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലിയാവിൻ്റെ ജീവിതം നാം എടുത്ത് ചിന്തിക്കുമ്പോൾ അവൻ നിരാശനായിരിക്കുന്നതായ സമയത്ത്, അവന് ഏകനായിരിക്കുന്ന സമയത്ത് കാക്കയെ അയച്ച് ദൈവം അവനെ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ പിന്നെ പഴയ നിയമപുസ്തകങ്ങളിൽ ഒരു വിധവയായ സ്ത്രീ തൻ്റെ കലത്തിലുള്ളതായ ഒരു പിടി മാവ് കൊണ്ട് അടയുണ്ടാക്കി താനും മകനും ഭക്ഷിച്ച് മരണം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയുടെ ജീവിതം. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ചെറിയ വഴികളിലൂടെയാണ്. ഏലിയാവിന് വേണ്ടി കാക്കയെ ദൈവം ഒരുക്കി. വിധവയുടെ മാവിനെ ദൈവം എന്തു ചെയ്തു? വർദ്ധിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു.
അവരുടെ പ്രവൃത്തി, അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ സമൃദ്ധിയുടെ അനുഭവമൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒന്നിനും കുറവില്ലാത്തതായ ഒരു അനുഭവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അടുത്തതായിട്ട് വേറൊരു ലക്ഷണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായ ബന്ധം പുതുക്കപ്പെടുന്നു അല്ലെങ്കിൽ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്നു എന്നതിലൂടെ ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവനോട് അടുത്ത ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ അത് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് തൻ്റെ അമ്മായിയപ്പനായിരിക്കുന്ന ശൗലിനെ പേടിച്ച് വനാന്തരങ്ങളിൽ കഴിയുന്നതായ സമയത്ത്, ഗുഹകളിൽ കഴിയുന്നതായ സമയത്ത് പല സങ്കീർത്തനങ്ങളും താൻ എഴുതിയത് തൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരുന്നു. ആ സങ്കീർത്തനങ്ങളൊക്കെയും വായിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദാവീദിന് ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മടക്കി തരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ടാകുന്നത്. ദൈവവുമായിട്ട് അടുത്ത ബന്ധമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ദൈവവചന വായന വർദ്ധിക്കുന്നു, പ്രാർത്ഥന ജീവിതം വർദ്ധിക്കുന്നു, ആരാധന ജീവിതത്തിൽ നിങ്ങൾ മുന്നേറുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഒന്നോർക്കുക, നമ്മെ എപ്പോഴും തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെയെല്ലാം എൻ്റെ ദൈവം നിങ്ങൾക്ക് മടക്കി തരുക തന്നെ ചെയ്യും. അതിനു മുമ്പുള്ളതായ ഒരു തെളിവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തതായ ദൈവിക സമാധാനം നിങ്ങളെ ഭരിക്കുമെന്നുള്ളതാണ്. ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ദൈവം ചില വ്യക്തിബന്ധങ്ങളെ, ആത്മീകമായ വ്യക്തിബന്ധങ്ങളെ നൽകും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളുടെ തിരിച്ചുവരവിന് ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ഭാവിയെ പറ്റിയുള്ളതായ പുതിയ സ്വപ്നങ്ങൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. ചെറിയ വഴികളിലൂടെ അവൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവികമായ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പുതുക്കപ്പെടുവാൻ, നിങ്ങൾ കുറച്ചുകൂടെ അടുക്കുവാൻ കാരണമാകുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ ദൈവജനമേ ഓർക്കുക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ എൻ്റെ ദൈവം മടക്കി തരുവാൻ പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.